ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈവനിങ്ങിനൊക്കെ ഈ ഒരു അപ്പം മതി കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പാകത്ത് പഴുപ്പുള്ളതായാലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാട്ടെ നല്ലത്, എന്നാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു നേരിയ മധുരത്തിനുള്ളത് ചേർത്തിട്ടുള്ളൂ. ഏകദേശം 2 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലോട്ട് ഇനി നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 3/4 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിലുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള ഉപ്പ് ചേർത്തെടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചത് കൂട്ടിയിട്ടാണ് ചേർത്തെടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഏലക്കായ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമ്മളിനി ഒരു സ്പൂണ് നെയ്യും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തതുകൊണ്ട് തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വലിയ ജാറിലേക്ക് മാറ്റിയാണ്. കാരണം നമ്മളിതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാണ്ട്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് അടുത്ത് ഇല്ല, ഒരു ഏകദേശം അരനേക്കാട്ടും കുറച്ച് കൂടുതലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ വേണ്ടത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടുണ്ടെന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസിലാട്ട മാവ് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ നന്നാവും. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടുണ്ടെന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി വലിയ ദോശ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ആക്കിയെടുക്കാനാട്ടോ നല്ലത്. നന്നായിട്ട് തന്നെ ബബിൾസ് വന്നുകൊണ്ടിരിക്കും. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യ് തേച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.